രാഹുലിന് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന് വെറുതെ അല്ല മുഴുവൻ പേരും പറയുന്നത്. കയ്യിൽ ബെല്ലും പിടിച്ച് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കേരളത്തിലെ കോൺഗ്രസുകാരെ നിലയ്ക്ക് നിർത്താൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്തു കാര്യം രാഹുൽ? ഇതൊക്കെ കൊണ്ടാണ് പപ്പുമോൻ എന്ന വിളി കേൾക്കേണ്ടി വരുന്നത് കേട്ടോ. ഒരു നേതാവിന് സംസാരിക്കാൻ 3 മിനിറ്റ് സമയം, ഇതായിരുന്നു ഇന്നലെ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന നേതാക്കൾക്ക് ലഭിച്ച നിർദ്ദേശം. 3 മിനിറ്റ് ആയെന്ന് നേതാക്കളെ അറിയിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ബെല്ലുണ്ടായിരുന്നു. സംസാരം 3 മിനിറ്റ് പിന്നിട്ടാൽ രാഹുൽ ഉടൻ ബെല്ലടിക്കും. ഇതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാന പോയിന്റുകൾ മാത്രം അവതരിപ്പിക്കാനാണ് നേതാക്കൾ ശ്രമിച്ചത്. വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും 3 മിനിറ്റ് ആകും മുന്നേ സംസാരം അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് കൂടുതൽ പറയാൻ സമയമുണ്ട്, പറയൂ എന്നായി രാഹുൽ. ഇവിടെ ഒന്നും പറയാനില്ലെന്നും ഒറ്റയ്ക്ക് കാണാൻ പറ്റുമെങ്കിൽ പറയാമെന്നുമായിരുന്നു ഷാനിമോളുടെ മറുപടി. ഇനി അവിടെ കൂടി കിടന്ന് തല്ലുകൂടാൻ വയ്യെന്ന് തന്നെ. അതേസമയം തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF 100 സീറ്റ് പിടിക്കുമെന്ന് ഹൈക്കമാൻഡ് നേതാക്കളുമായുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് VT സതീശൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതൊരു വല്ലാത്ത ആഗ്രഹമായി പോയി സതീശ. കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാൻ നോക്കിയാൽ പോരെ? എത്ര സീറ്റ് കിട്ടുമെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനായിരുന്നു VT സതീശന്റെ ഉത്തരം. എന്നാൽ മുഖ്യമന്ത്രിയാകാൻ താനില്ലെന്നും സതീശൻ പറഞ്ഞു. അതെന്താണെന്ന രാഹുലിന്റെ ചോദ്യത്തോട് മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ പലരും യോഗത്തിൽ തന്നെ ഇരിപ്പുണ്ടെന്നായിരുന്നു മറുപടി. കിട്ടാത്ത കസേരയ്ക്ക് വേണ്ടി വെറുതെ തർക്കിക്കേണ്ട എന്നും സതീശന് ബോധ്യമായി. യോഗ്യതയില്ലെന്ന് കൂടി തിരിച്ചറിഞ്ഞത് നന്നായി. കോൺഗ്രസിന് ഒറ്റയ്ക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ പരമാവധി 65 എന്നും സതീശൻ പറഞ്ഞു. 90-ലധികം സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 21 സീറ്റുകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിനുണ്ട്. സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം അധികമായി 44 സീറ്റ് വരെ നേടാനാകുമെന്നും സതീശൻ കണക്കു നിരത്തി. സംസ്ഥാനത്ത് രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശൻ അവതരിപ്പിച്ച് വിവാദമായ കണക്കുകളാണ് ദേശീയ നേതാക്കൾക്ക് മുന്നിലും അവതരിപ്പിച്ചത്. ABC എന്നീ 3 ക്ലാസുകളിലായി നിയമസഭാ മണ്ഡലങ്ങളെ തിരിച്ചാണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. എന്നാൽ അങ്ങനെ തരംതിരിവ് വേണ്ടെന്നും എല്ലാ മണ്ഡലങ്ങളിലും വിജയമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണമെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. പാർട്ടി നയത്തിനെതിരെ ആരും സംസാരിക്കാൻ പാടില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ നേതാക്കളോട് പറഞ്ഞു. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പുകഴ്ത്തുന്നത് ആരായാലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ശശി തരൂരിന്റെ പേര് പരാമർശിക്കാതെ ഖർഗെ പറഞ്ഞു. ചത്തത് കീഴനെങ്കിൽ കൊന്നത് ഭീമനെന്ന് ഇനി പറയണോ? ഇക്കാര്യം ഇനി ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ദീപാദാസ് മുൻഷിയോട് ഖർഗെ ആവശ്യപ്പെടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പ്രകടന പത്രിക ഇറക്കുമെന്നും ഇത് നേരത്തെ ഉണ്ടാകുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അംഗനവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും ഈ പ്രകടന പത്രികയിൽ മുൻതൂക്കം ഉണ്ടായിരിക്കണമെന്നും പ്രിയങ്ക നിർദ്ദേശിച്ചു. കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇത്തവണ ഉണ്ടാകരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണം. നിങ്ങൾ കേരളത്തിലെ ഉന്നത നേതാക്കളാണ്. നിങ്ങൾ ഒരേ മനസ്സോടെ താഴെത്തട്ടിലുള്ളവരെ നയിച്ചാൽ UDF നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പിണറായി സർക്കാരിനെ താഴെ ഇറക്കണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തല യോഗത്തിൽ പറഞ്ഞത്. എല്ലാം സതീശൻ പറഞ്ഞതുപോലെയാണെന്നും കേരളം തിരിച്ചു പിടിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. പഴയ കാലത്തെ അപേക്ഷിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ ഐക്യമുണ്ടെന്നും എന്നാൽ അത് ജനം വിശ്വസിക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. നേതാക്കളുടെ മാധ്യമങ്ങളോടുള്ള സംസാരം വഴി സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഐക്യമില്ലെന്ന പൊതുവികാരമുണ്ട്. ഐക്യപ്പെട്ടാൽ പോരാ, ഐക്യമുണ്ടെന്ന് പുറത്തറിയിക്കണമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പിണറായി വീണ്ടും അധികാരത്തിൽ എത്തുമ്പോൾ ഇതൊക്കെ എന്തായാലും ട്രോളാൻ ഉപകരിക്കും, അല്ലാതെ എന്ത്.